ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വീട്ടിലുള്ള ചേരുവകൾ മാത്രം ഉപയോഗിച്ച് ഒരു അടിപൊളി സ്നാക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാം. ഇഫ്താറിനൊക്കെ എല്ലാവരും എരിവൊക്കെ ഉള്ള സ്നാക്സ് എല്ലാം ഉണ്ടാക്കുന്നത്. നമുക്കൊരു മധുരമുള്ള സ്നാക്ക് ഉണ്ടാക്കിയാലോ? വരൂ, നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോവാം. ആദ്യമായി ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടായ ശേഷം അതിലോട്ടൊരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ നെയ്യൊന്ന് ഉരുകി വന്നാൽ അതിലോട്ട് കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും മുറിച്ചത് റോസ്റ്റ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഏകദേശം ഒന്ന് റോസ്റ്റ് ചെയ്ത ശേഷം ഇതിലോട്ട് ഒരു അര കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഈ നെയ്യിലൊന്ന് ഇളക്കിയെടുത്താൽ മതി, നന്നായി മൂത്ത് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലോട്ടിനി മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 ടീസ്പൂൺ ഷുഗറാണ് ചേർക്കുന്നത്. ഈ സ്വീറ്റിലോട്ട് അധികം പഞ്ചസാര വേണ്ട, ഒരു മൈൽഡായിട്ടുള്ള മധുരം മതി, അതാണ് കൂടുതൽ സ്വാദ്. ഇഫ്താറിനൊക്കെ എന്നും എരിവും മസാലയൊക്കെ ഉള്ള പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്ക് ഇതുപോലെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന സ്വീറ്റായിട്ടുള്ള സ്നാക്സ് ഒന്ന് റെഡിയാക്കി നോക്കുക കേട്ടോ. അതുപോലെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണിത്. ബ്രെഡ് മാത്രം ഉണ്ടായാൽ മതിയല്ലോ, ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിൽ കാണുന്ന ചേരുവകൾ തന്നെയാണ്. ഇനി ഇതിൻ്റെ കളറൊന്ന് ജസ്റ്റ് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഞാനൊരു 5-6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം. ഇതിൻ്റെ സൈഡൊന്നും കളയേണ്ട ആവശ്യമില്ല. ഞാൻ ചപ്പാത്തി പലകയിൽ വെച്ച് ഒന്ന് റോൾ ചെയ്താണ് എടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം പരന്ന് കിട്ടിക്കോളൂ. നമുക്ക് എല്ലാ ബ്രെഡും ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. കണ്ടില്ലേ, ആവശ്യത്തിന് പരന്ന് കിട്ടിയിട്ടുണ്ട്. പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കണേ. എല്ലാ ബ്രെഡും ഇതുപോലെ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ടുള്ള ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. ഒരു ബ്രെഡ് ഇതുപോലെ കയ്യിലോട്ടെടുത്ത് അതിൻ്റെ നടുവിലായി നമ്മൾ തേങ്ങയും പഞ്ചസാരയും നട്ട്സൊക്കെ ചേർത്തുണ്ടാക്കി വെച്ച മിക്സില്ലേ, അതിട്ട് കൊടുക്കാം. ശേഷം ബ്രെഡ് ഇതുപോലെ ഒന്ന് ചുരുട്ടി നല്ല രീതിയിലൊന്ന് കവറാക്കി എടുക്കാം. ഈ തേങ്ങയുടെ മിക്സ് നടുവിൽ വരുന്ന രീതിയിൽ വേണം ബോൾ ഷേപ്പിലാക്കി എടുക്കാൻ. ഇത് കറക്റ്റ് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി ആവശ്യത്തിനൊന്ന് നനച്ച് കൊടുക്കാം കേട്ടോ. ഒരു സ്പൂൺ ഉപയോഗിച്ച് വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ തന്നെ മതിയാവും, കറക്റ്റ് ഷേപ്പിൽ കിട്ടിക്കോളും. ഇതുപോലെ ബോൾ ഷേപ്പിലാക്കി എടുത്താൽ മതി. ബ്രെഡിൻ്റെ സൈഡൊന്നും കളയേണ്ട ആവശ്യമില്ല, നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. നമുക്കിനി ബാക്കിയുള്ള എല്ലാ ബ്രെഡും ഇതുപോലെ ഫില്ലിംഗ് ചേർത്ത് ബോൾ ഷേപ്പിലാക്കി എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ ബ്രെഡൊന്ന് നനച്ച് കൊടുത്തിട്ട് അതിലോട്ട് ഫില്ലിംഗ് വെച്ചിട്ടും റൗണ്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ എല്ലാ ബ്രെഡും ഇതുപോലെ ഫില്ലിംഗ് വെച്ച് റോളാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളൊരു മിക്സ് റെഡിയാക്കി എടുക്കാം. അതിനായി ഒരു ബൗളിലോട്ട് ഒരു 3 ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കളറിനായി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ശേഷം ഇതിലോട്ടൊരു 2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ബ്രെഡ് മൈദയിലൊന്ന് കോട്ടായി എടുക്കുന്ന രീതിയിലുള്ള തിക്നെസ്സിൽ കലക്കിയെടുത്താൽ മതിയാവേ. ആദ്യം ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുത്ത ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ബ്രെഡ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ ഒട്ടും എണ്ണ കുടിക്കില്ല. നമ്മൾ ബ്രെഡ് മാത്രമായിട്ട് എണ്ണയിലിട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ ഇങ്ങനെ മൈദ മിക്സിൽ മുക്കി പൊരിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റുമാണ്. നമ്മൾ ഡിപ്പ് ചെയ്തെടുക്കാനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു 1.5 ടീസ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കാം. എള്ളൊക്കെ ചേർക്കുമ്പോൾ കാണാനും നല്ല ഭംഗിയാണ്, നല്ല ടേസ്റ്റുമാണ്. നിങ്ങളുടെ കയ്യിൽ എള്ള് അവൈലബിൾ ആണെങ്കിൽ എന്തായാലും ചേർക്കണേ. ഇനി നമുക്ക് ഈ എള്ളും കൂടി ഒന്ന് മിക്സ് ആക്കി എടുത്ത ശേഷം ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാനായി ഒരു പാൻ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ചൂടായ ശേഷം ഇതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ച ബ്രെഡ് ബോൾസ് ഈ ഒരു മിക്സിൽ മുക്കിയിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നേരെ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായിരിക്കണേ. ഇട്ട് കൊടുത്ത ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്താൽ മതിയാകും. ഈ ബോൾ എണ്ണയിൽ മുങ്ങിക്കിടക്കാൻ മാത്രം എണ്ണയില്ലാത്തതിനാൽ ഓരോ സൈഡും വെന്ത് കഴിയുമ്പോൾ തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് വേവിച്ചെടുക്കണേ. ഇങ്ങനെ വെന്ത് വരുമ്പോൾ നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരും, അതുവരെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഏകദേശം റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിടാം. ഈ സ്നാക്ക് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും നല്ല ടേസ്റ്റിൽ കഴിക്കാനും പറ്റും. അധികം മധുരമൊന്നും ഇല്ലാത്തതുകൊണ്ട് എത്ര വേണമെങ്കിലും നമുക്ക് കഴിക്കാം, ഒട്ടും മടുക്കില്ല.
കൂടാതെ വൈകുന്നേരങ്ങളിലൊക്കെ മടി പിടിച്ചിരിക്കുമ്പോൾ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് ഇത്. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും. മാവൊന്നും കുഴച്ചിട്ടോ പരത്തിയിട്ടോ ഒന്നും കഷ്ടപ്പെടേണ്ട ആവശ്യവും ഇല്ലല്ലോ. സ്നാക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കോരി മാറ്റാം. കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. നമുക്ക് ബാക്കിയുള്ള സ്നാക്സും ഇതുപോലെ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ സ്നാക്സും ഇതുപോലെ ഫ്രൈ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കാണാൻ എന്ത് ഭംഗിയാണല്ലേ, കഴിക്കാനും ഇതിനേക്കാൾ ടേസ്റ്റാണ്. പുറത്ത് നല്ല കട്ടിയുള്ള മൈദയുടെ കോട്ടിങ്ങും എള്ളും അകത്ത് നല്ല സോഫ്റ്റായ ബ്രെഡും തേങ്ങയും മധുരവും എല്ലാം കൂടി ചേരുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. എല്ലാവരും വീട്ടിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുമല്ലോ. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്